ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് 2018 ഡിസംബർ നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കാം. വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ ആദ്യമായി പാൻ ഇന്ത്യ എമർജൻസി ആരംഭിച്ച സംസ്ഥാനം നാഗാലാൻഡ്. നാഗാലാൻഡിലാണ് വടക്ക് കിഴക്ക് സംസ്ഥാനങ്ങളിൽ ആദ്യമായി പാൻ ഇന്ത്യ എമർജൻസി ആരംഭിച്ചത്. മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പേര് മുസിരിസ് ആൻഡ് തീണ്ടിസ് പൈതൃക സംരക്ഷണ പദ്ധതി. മുസിരിസ് ആൻഡ് തീണ്ടിസ് പൈതൃക സംരക്ഷണ പദ്ധതി എന്നാണ് മുസിരിസ് പൈതൃക സംരക്ഷണ പദ്ധതിക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പുതിയ പേര്. ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി അജയ് നാരായൺ ജാ. അജയ് നാരായൺ ജായാണ് ഇന്ത്യയുടെ പുതിയ ധനകാര്യ സെക്രട്ടറി. ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് 2019 വേദി മുംബൈ. മുംബൈയാണ് ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് 2019 വേദി. മഹാത്മാഗാന്ധിയുടെ 150ാമത് ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി ഏവിയേഷൻ സ്മൃതി ആൻഡ് ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന 3 ദിവസത്തെ സൗത്ത് ഏഷ്യ റീജിയണൽ യൂത്ത് പീസ് കോൺഫറൻസിന് വേദിയായത് ന്യൂഡൽഹി. ന്യൂഡൽഹിയായിരുന്നു മഹാത്മാഗാന്ധിയുടെ 150ാമത് ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധി ഏവിയേഷൻ സ്മൃതി ആൻഡ് ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന 3 ദിവസത്തെ സൗത്ത് ഏഷ്യ റീജിയണൽ യൂത്ത് പീസ് കോൺഫറൻസിന് വേദിയായത്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക അറിവോരം. അറിവോരമാണ് കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക. അടുത്തിടെ ഫോർമൽ മേഖലയിലെ തൊഴിലാളികൾക്കായി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ആരംഭിച്ച രാജ്യം നേപ്പാൾ. നേപ്പാളാണ് അടുത്തിടെ ഫോർമൽ മേഖലയിലെ തൊഴിലാളികൾക്കായി സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ആരംഭിച്ച രാജ്യം. ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം എക്സിഡ്സാറ്റ് 1. എക്സിഡ്സാറ്റ് 1 ആണ് ഇന്ത്യ സ്വകാര്യമായി നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം. 2018 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് കൽപ്പറ്റ നാരായണൻ. കൽപ്പറ്റ നാരായണനാണ് 2018 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത്. SBIയുടെ ഡിജിറ്റൽ ആപ്ലിക്കേഷനായ യൂനോയുടെ ബ്രാൻഡ് അംബാസിഡർ സ്വപ്ന ബർമൻ. സ്വപ്ന ബർമനാണ് SBIയുടെ ഡിജിറ്റൽ ആപ്ലിക്കേഷനായ യൂനോയുടെ ബ്രാൻഡ് അംബാസിഡർ. ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ജഡ്ജസ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ പവൻ സിംഗ്. പവൻ സിംഗ് ആണ് ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷന്റെ ജഡ്ജസ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ. ദ വെൽവെറ്റ് ഗ്ലോവ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബാലകൃഷ്ണ കമ്മത്ത്. ബാലകൃഷ്ണ കമ്മത്താണ് ദ വെൽവെറ്റ് ഗ്ലോവ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. 2018 ലോക മണ്ണ് ദിനത്തിന്റെ ഡിസംബർ 5 കാമ്പയിൻ ബി ദ സൊല്യൂഷൻ ടു സോയിൽ പൊല്യൂഷൻ. ബി ദ സൊല്യൂഷൻ ടു സോയിൽ പൊല്യൂഷൻ എന്നാണ് 2018 ലോക മണ്ണ് ദിനത്തിന്റെ കമ്പയിൻ. ഡിസംബർ 5 ലോക മണ്ണ് ദിനം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ നൽകുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച ധനസഹായ പദ്ധതി സഹായഹസ്തം. സഹായഹസ്തമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച ധനസഹായ പദ്ധതി. കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം CA ഭവാനി ദേവി. CA ഭവാനി ദേവിയാണ് കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം. 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാള കവി S രമേശൻ നായർ. കൃതി ഗുരുപൗർണമി. ഗുരുപൗർണമി എന്ന കൃതിക്ക് S രമേശൻ നായർക്കാണ് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2018 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി അനീസ് സലീം. നോവൽ ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ്. ദ ബ്ലൈൻഡ് ലേഡീസ് ഡിസെൻഡൻസ് എന്ന നോവലിന് അനീസ് സലീമിനാണ് 2018 ഇംഗ്ലീഷ് ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ലോകത്താദ്യമായി ഇൻഹ്യൂമൻ ടെലിറോബോട്ടിക് കൊറോണറി ഇൻ്റർവെൻഷൻ ശസ്ത്രക്രിയ നടത്തിയ ഇന്ത്യൻ ഡോക്ടർ തേജസ് പട്ടേൽ.
തേജസ് പട്ടേലാണ് ലോകത്താദ്യമായി ഇൻഹ്യൂമൻ ടെലിറോബോട്ടിക് കൊറോണറി ഇന്റർവെൻഷൻ ശസ്ത്രക്രിയ നടത്തിയ ഇന്ത്യൻ ഡോക്ടർ. ലോകത്താദ്യമായി മരണാന്തര ഗർഭപാത്രദാനത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് നേതൃത്വം നൽകിയ സർവകലാശാല സാവോ പോളോ സർവകലാശാല. ബ്രസീലിലെ സാവോ പോളോ സർവകലാശാലയാണ് ലോകത്താദ്യമായി മരണാന്തര ഗർഭപാത്രദാനത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് നേതൃത്വം നൽകിയ സർവകലാശാല. 2017-2018 ചാൻസലേഴ്സ് അവാർഡ് നേടിയത് മഹാത്മാഗാന്ധി സർവകലാശാല. മഹാത്മാഗാന്ധി സർവകലാശാലയാണ് 2017-2018 ചാൻസലേഴ്സ് അവാർഡ് നേടിയത്. ഫോബ്സ് ഇന്ത്യ സെലിബ്രിറ്റി ലിസ്റ്റ് 2018 ഒന്നാമതെത്തിയത് സൽമാൻ ഖാൻ, രണ്ടാമത് വിരാട് കോഹ്ലി. പട്ടികയിൽ ഇടം നേടിയ മലയാള നടൻ മമ്മൂട്ടിയാണ്. സൽമാൻ ഖാനാണ് ഫോബ്സ് ഇന്ത്യ സെലിബ്രിറ്റി ലിസ്റ്റ് 2018 ഒന്നാമതെത്തിയത്. രണ്ടാമത് വിരാട് കോഹ്ലിയും. ഇടം നേടിയ മലയാള നടൻ മമ്മൂട്ടിയുമാണ്. അൾട്രാ റണ്ണിങ്ങിൽ ഇന്ത്യയ്ക്കായി ആദ്യ അന്താരാഷ്ട്ര മെഡൽ നേടിയ താരം ഉല്ലാസ് നാരായൺ. ഉല്ലാസ് നാരായണാണ് അൾട്രാ റണ്ണിങ്സിൽ ഇന്ത്യയ്ക്കായി ആദ്യ അന്താരാഷ്ട്ര മെഡൽ നേടിയ താരം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ സെന്റർ ഫോർ ഇന്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർച്ചീവ്സ് നിലവിൽ വന്നത് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ സെന്റർ ഫോർ ഇന്റർനാഷണൽ ഫിലിം റിസർച്ച് ആൻഡ് ആർച്ചീവ്സിന്റെ ആസ്ഥാനം. പ്രഥമ ഇന്ത്യ ജപ്പാൻ വ്യോമാഭ്യാസം. ഷിൻയു മൈത്രി 18. വേദി ആഗ്ര. ആഗ്രയിൽ വെച്ചിട്ട് ഷിൻയു മൈത്രി 18 എന്നതാണ് പ്രഥമ ഇന്ത്യ ജപ്പാൻ വ്യോമാഭ്യാസം അറിയപ്പെടുന്നത്. IPL ടീമായ ഡൽഹി ഡയർ ഡെവിൾസിന്റെ പുതിയ പേര് ഡൽഹി ക്യാപിറ്റൽസ്. ഡൽഹി ക്യാപിറ്റൽസ് എന്നാണ് IPL ടീമായ ഡൽഹി ഡയർ ഡെവിൾസിന്റെ പുതിയ പേര്. 2019 ജനുവരിയോടുകൂടി ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് നിന്നും പിന്മാറാൻ തീരുമാനിച്ച ഗൾഫ് രാജ്യം ഖത്തർ. ഖത്തറാണ് 2019 ജനുവരിയോടുകൂടി ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് നിന്നും പിന്മാറാൻ തീരുമാനിച്ച ഗൾഫ് രാജ്യം. മിസ് വേൾഡ് 2018 തിരഞ്ഞെടുക്കപ്പെട്ടത് വെനേസ പോൺസ് ഡി ലിയോൺ. മെക്സിക്കോക്കാരിയായ വെനേസ പോൺസ് ഡി ലിയോണാണ് മിസ് വേൾഡ് 2018 തിരഞ്ഞെടുക്കപ്പെട്ടത്. മിസ്റ്റർ സൂപ്പർനാഷണൽ 2018 ജേതാവ് പ്രഥമേഷ് മുലിങ്കർ, ഗോവ. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ഏഷ്യൻ താരമാണ് പ്രഥമേഷ് മൗലിങ്കാറാണ് മിസ്റ്റർ സൂപ്പർനാഷണൽ 2018 ജേതാവ്. ഫോബ്സിന്റെ വേൾഡ്സ് 100 മോസ്റ്റ് പവർഫുൾ വുമൻസ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയത് ആഞ്ചല മെർക്കൽ, ജർമ്മൻ ചാൻസലർ. ആഞ്ചല മെർക്കലാണ് ഫോബ്സിന്റെ വേൾഡ്സ് 100 മോസ്റ്റ് പവർഫുൾ വുമൻസ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയത്. പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാർ റോഷ്നി നദാർ മൽഹോത്ര, കിരൺ മുസംദർ ഷോ, ശോഭന ഭാർട്ടിയ, പ്രിയങ്ക ചോപ്ര എന്നിവരാണ്. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള അമേരിക്കയുടെ അംബാസിഡറായി ട്രംപ് നാമനിർദ്ദേശം ചെയ്ത വനിത ഹീദർ നൗട്ട്. ഹീദർ നൗട്ടാണ് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള അമേരിക്കയുടെ അംബാസിഡറായി ട്രംപ് നാമനിർദ്ദേശം ചെയ്ത വനിത. ESCP യൂറോപ്പ് ബിസിനസ് സ്കൂളിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ ഇന്ത്യൻ സുനിൽ മിത്തൽ. സുനിൽ മിത്തലിനാണ് ESCP യൂറോപ്പ് ബിസിനസ് സ്കൂളിൽ നിന്നും ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച ആദ്യ ഇന്ത്യൻ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 വേദി പൂന. പൂനെയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2019 വേദി. സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റിന്റെ പ്രഥമ അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയായത് മൊഹാലി. പഞ്ചാബിലെ മൊഹാലിയാണ് സസ്റ്റൈനബിൾ വാട്ടർ മാനേജ്മെന്റിന്റെ പ്രഥമ അന്താരാഷ്ട്ര കോൺഫറൻസിന് വേദിയായത്. ലോകത്തിലെ ഏറ്റവും വലിയ അറബിക് ഓഡിയോ ലൈബ്രറി നിലവിൽ വന്നത് ദുബായ്. ദുബായിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറബിക് ഓഡിയോ ലൈബ്രറി നിലവിൽ വന്നത്. ഭീകരവാദം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ UN ആരംഭിച്ച സംരംഭം UN ഗ്ലോബൽ കൗണ്ടർ ടെററിസം കോർഡിനേഷൻ കോമ്പാക്ട്. UN ഗ്ലോബൽ കൗണ്ടർ ടെററിസം കോർഡിനേഷൻ കോമ്പാക്റ്റ് ആണ് ഭീകരവാദം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ UN ആരംഭിച്ച സംരംഭം. 7ാമത് ഇന്ത്യ ചൈന മിലിറ്ററി അഭ്യാസമായ ഹാൻഡ് ഇൻ ഹാൻഡ് 2018 വേദി ചൈന. ചൈനയാണ്
7ാമത് ഇന്ത്യ ചൈന മിലിറ്ററി അഭ്യാസമായ ഹാൻഡ് ഇൻ ഹാൻഡ് 2018 വേദി. 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയി ആചരിക്കണമെന്നുള്ള ഇന്ത്യയുടെ ആവശ്യം FAO കൗൺസിൽ അംഗീകരിച്ചു. 2013 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയി ആചരിക്കണമെന്നുള്ള ഇന്ത്യയുടെ ആവശ്യം FAO കൗൺസിൽ അംഗീകരിച്ചു. അടുത്തിടെ അന്തരിച്ച മുൻ കൊളംബിയൻ പ്രസിഡന്റ് ബെലിസാരിയോ ബെറ്റൻസുർ. ബെലിസാരിയോ ബെറ്റൻസുർ ആണ് അടുത്തിടെ അന്തരിച്ച മുൻ കൊളംബിയൻ പ്രസിഡന്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. Subscribe for more videos. To get instant notification for new videos, click on the bell icon.